ഈ കഥ നടക്കുന്നത് തമിഴ്നാട്ടിലെ അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമം. ഏകദേശം 30 വയസ്സുള്ള രാഹുൽ എന്ന യുവാവ് തൻ്റെ അച്ഛനോടും അമ്മയോടും ഒപ്പമാണ് താമസിച്ചിരുന്നത്. സ്വന്തമായി മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും വിൽക്കുന്ന ഷോറൂമുകൾ നടത്തി വരുന്നത് ആണ്. അവന് സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. കുടുംബജീവിതവും വളരെ സന്തോഷകരമായി മുന്നോട്ട് പോവുകയായിരുന്നു. അവൻ്റെ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ആഗ്രഹം മകൻ്റെ വിവാഹം ഉടൻ നടത്തുക എന്നതായിരുന്നു. അതിനായി അവർ പല സ്ഥലങ്ങളിലും പെൺകുട്ടികളെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. പലരോടും പറഞ്ഞു. പക്ഷേ ജാതകദോഷമോ മറ്റോ കാരണമാണോ എന്നറിയില്ല, അവന് അനുയോജ്യമായ ഒരു പെൺകുട്ടിയും കണ്ടെത്താൻ കഴിയുന്നില്ലായിരുന്നു. ഇതിനിടെ രാഹുലിന് ഡൽഹിയിൽ പരിചയക്കാരൻ്റെ ഒരു കാർ ഷോറൂം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ഡിസ്കൗണ്ടിൽ അവൻ അവിടുന്ന് ഒരു പുതിയ കാർ വാങ്ങി. പുതിയ കാറിൻ്റെ സർവീസിങ് ആ സെയിം ഷോറൂമിൽ തന്നെ ചെയ്യണമെന്ന് അവൻ തീരുമാനിച്ചു. ഒരു ദിവസം അവൻ അവൻ്റെ നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. അതൊരു ഏപ്രിൽ മാസമായിരുന്നു. ആകാശത്തിൽ നിന്ന് തീ പെയ്യുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന അത്ര കഠിനമായ ചൂട്. ഹൈവേയിലൂടെ വാഹനങ്ങൾ പോലും വിരളമായിരുന്നു. കാറിൻ്റെ AC ഓണാക്കി അവൻ യാത്ര തുടർന്നു. ഏകദേശം പകുതി ദൂരം എത്താറായപ്പോഴത്തേക്കിനും ഹൈവേയുടെ അരികിൽ ഒരു മരത്തിൻ്റെ തണലോ വിശ്രമിക്കാനുള്ള സ്ഥലമോ ഒന്നുമില്ലാത്ത ഭാഗത്ത് 5 സ്ത്രീകൾ നിൽക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരിൽ രാധ എന്ന മധ്യവയസ്കയും അവളുടെ 2 യുവതികളായ മക്കളായ നീതുവും നിമ്മിയും കൂടാതെ 2 ചെറിയ പെൺകുട്ടികളും അഞ്ജനയും അഞ്ജലിയും ഉണ്ടായിരുന്നു. കൊടും ചൂടിൽ അവരുടെ മുഖം മുഴുവൻ വിയർപ്പിൽ നനഞ്ഞിരുന്നു. ബസ്സിനായി ഏറെ നേരമായി കാത്തു നിന്നതിൻ്റെ ക്ഷീണം അവരുടെ മുഖത്ത് വ്യക്തമായിരുന്നു. അവരുടെ അവസ്ഥ കണ്ടപ്പോൾ അവന് വല്ലാത്ത വിഷമമായി. അവൻ ഉടൻ തന്നെ കാർ അവരുടെ സമീപത്ത് നിർത്തി ഗ്ലാസ് താഴ്ത്തി വിനയത്തോട് ചോദിച്ചു, "അമ്മേ, നിങ്ങൾ എവിടേക്കാണ് പോകേണ്ടത്?" ചൂടിൽ തളർന്നിരുന്ന രാധ മറുപടി പറഞ്ഞു, "മോനെ, ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഏറെ നേരമായി ബസ്സിനായി കാത്തിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ ഒരു ബസ്സും വന്നിട്ടില്ല." അപ്പോൾ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഞാൻ ഡൽഹിയിലേക്കാണ് പോകുന്നത്. ഞാൻ പോകുന്ന അതേ വഴിയിലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കാറിൽ കയറി വരൂ. ഞാൻ നിങ്ങളെ അവിടെ ഇറക്കിത്തരാം." കൊടുംചൂടിൽ വലയുന്ന ചെറിയ കുട്ടികളായ അഞ്ജനയും അഞ്ജലിയെയും ആ വലിയ കാർ കണ്ടത് മാത്രം സന്തോഷത്തോടെ അകത്തു കയറാൻ ഓടിയെത്തി. പക്ഷേ മൂത്ത മകളായ നീതു അവരെ ഉടൻ തടഞ്ഞു. "എവിടേക്കോ പോകുന്നത്? കാറിൽ പോയാൽ ബസ്സിനേക്കാൾ കൂടുതൽ പണം ചോദിക്കും. നമ്മുടെ കയ്യിൽ അത്രയും പണമില്ല. കയറരുത്." അവളുടെ നിഷ്കളങ്കമായ ഭയം കണ്ട് അവന് ചെറുതായി ചിരിച്ചു. "ഭയപ്പെടേണ്ട. നിങ്ങളിൽ നിന്ന് കൂലി വാങ്ങാൻ ഞാൻ ട്രാവൽസ് നടത്തുന്ന ആളല്ല. ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. നിങ്ങളെ സഹായിക്കാനാണ് ലിഫ്റ്റ് നൽകുന്നത്. 1 രൂപ പോലും കൊടുക്കേണ്ട. യാതൊരു മടിയും കൂടാതെ കയറിക്കോളും." രാഹുലിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആ കുടുംബത്തിന് വലിയ ആശ്വാസമായി. അവരുടെ കൈവശം ചില ബാഗുകളും വിവാഹവുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങളും ഉണ്ടായിരുന്നു. രാഹുൽ തന്നെ മുന്നോട്ട് വന്ന് എല്ലാ ലഗേജുകളും കാറിൻ്റെ ഡിക്കിയിൽ അടുക്കി വെച്ചു. ചൂടിൽ വലയുന്ന അവർ എല്ലാവരും തണുത്ത AC കാറിൽ ഇരുന്നപ്പോൾ അവരുടെ മുഖത്ത് ചെറിയൊരു സമാധാനം തെളിഞ്ഞു. എല്ലാവരും കയറിയ ശേഷം രാഹുൽ കാർ മുന്നോട്ട് നീക്കി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ മൗനം തകർക്കാൻ അവൻ സ്വാഭാവികമായി സംസാരിച്ചു തുടങ്ങി. "അമ്മേ, നിങ്ങൾ എല്ലാവരും എവിടേക്കാണ് പോകുന്നത്? ഡിക്കിയിൽ വെച്ചിരിക്കുന്ന ബാഗുകൾ കണ്ടാൽ ഏതോ വിവാഹത്തിന് പോകുന്നത് പോലെയാണല്ലോ തോന്നുന്നത്." രാധ പുഞ്ചിരിച്ചുകൊണ്ട് നീതുവിനെയും നിമ്മിയെയും കാണിച്ചു പറഞ്ഞു. "അതെ മോനെ, മറ്റാരുടെയും വിവാഹമല്ല. എൻ്റെ ഈ 2 മക്കളുടെ വിവാഹത്തിനാണ് ഞങ്ങൾ പോകുന്നത്." ആ വാക്ക് കേട്ട് അവൻ അമ്പരന്നു. "എന്താ അമ്മേ പറയുന്നത്? ഇന്ന് തന്നെയാണോ വിവാഹം? അങ്ങനെയായിരിക്കെ നിങ്ങൾ റോഡരികിൽ ബസ്സിനായി കാത്തു നിൽക്കുന്നത് എന്തിന്? വരൻ്റെ വീട്ടുകാർ വാഹനം അയക്കേണ്ടതല്ലേ?" രാധ വളരെ ലളിതമായി മറുപടി പറഞ്ഞു. "വരൻ്റെ വീട്ടുകാർ ഞങ്ങളെ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും അവിടെയാണത്ര ചെയ്തിരിക്കുന്നത്." ഇത് കേട്ടപ്പോൾ അവന് കാര്യങ്ങൾ വളരെ വിചിത്രമായി തോന്നി. ഇതെന്തൊരു വിവാഹം? വിവാഹ ദിവസം വധുവിൻ്റെ വീട്ടുകാർ ബസ്സിനായി റോഡരികിൽ കാത്തു നിൽക്കുകയാണോ എന്നവൻ മനസ്സിൽ ചിന്തിച്ചു. കാർ ഓടിച്ചുകൊണ്ടിരിക്കെ അവൻ ചെറിയ ഗ്ലാസ്സിലൂടെ പിന്നിലിരുന്ന പെൺകുട്ടികളെ അവൻ ശ്രദ്ധിച്ചു. അത്ഭുതകരമായ കാര്യം, വിവാഹം കഴിക്കാനിരിക്കുന്ന 2 കുട്ടികളുടെയും മുഖത്ത് വിവാഹത്തിൻ്റെ ഒരു സന്തോഷവും കാണാനില്ലായിരുന്നു. മറിച്ച് അവരുടെ മുഖത്ത് ഭയവും ആശങ്കയും മാത്രമാണ് നിറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് മൂത്ത കുട്ടി ഇടയ്ക്കിടെ മിററിലൂടെ രാഹുലിനെ നോക്കിക്കൊണ്ടിരുന്നു. ഇയാൾ ആരാണ് ശരിക്കും? നമ്മളെ സഹായിക്കുകയാണോ അതോ ഏതെങ്കിലും
പ്രശ്നം ഉണ്ടാക്കാനാണോ വന്നിരിക്കുന്നത് എന്ന് ആ സംശയത്തോടെ അവൾ അവനെ നിരീക്ഷിക്കുകയായിരുന്നു. എന്നാൽ രാഹുലിന് അവളുടെ നിഷ്കളമായ ഭയം മനസ്സിലാക്കി ഒരു മാന്യനായ മനുഷ്യനെ പോലെ തൻ്റെ യാത്ര തുടർന്നു. കാർ കുറച്ചു ദൂരം മുന്നോട്ട് പോയതിനു ശേഷം വഴിമധ്യേ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ അവൻ കാർ നിർത്തി. "വരൂ അമ്മേ, കുറച്ചു നേരം വിശ്രമിക്കാം, എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ പോകാം," സ്നേഹത്തോടെ അവൻ ക്ഷണിച്ചു. പക്ഷേ രാധയ്ക്ക് വലിയ മടിയായിരുന്നു. "വേണ്ട മോനെ, ഞങ്ങൾക്കൊന്നും വേണ്ട, നിനക്ക് വേണമെങ്കിൽ നീ പോയി കഴിച്ചിട്ട് വാ." അതേസമയം രാധയുടെ ഫോണിലേക്ക് തുടർച്ചയായി കോളുകൾ വരികയായിരുന്നു. "നിങ്ങൾ എവിടെ എത്തി? ബസ് കിട്ടിയോ? എപ്പോൾ എത്തും? ഇനി എത്ര സമയം എടുക്കും?" എന്നിങ്ങനെ മറുവശത്തു നിന്ന് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു. രാധയും അല്പം പരിഭ്രമത്തോടെ "അതെ, ഞങ്ങൾക്കൊരു വാഹനം കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ വരികയാണ്" എന്ന് മറുപടി നൽകി. രാഹുൽ ഹോട്ടലിനകത്തേക്ക് കയറി. എന്നാൽ അവൻ്റെ ഉദ്ദേശം ഭക്ഷണം കഴിക്കുകയായിരുന്നില്ല. കൊടും ചൂടിൽ വലഞ്ഞിരുന്ന ചെറിയ കുട്ടികളായ അഞ്ജലിയുടെയും അഞ്ജനയുടെയും മുഖം കണ്ടപ്പോൾ അവന് സഹതാപം തോന്നിയിരുന്നു. ഈ തണുത്ത AC കാറിലിരുന്ന് അവർ അനുഭവിക്കുന്ന സന്തോഷം കണ്ടപ്പോൾ അവർക്കായി എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ എന്ന് അവർ കൂടുതൽ സന്തോഷിക്കുമെന്ന് അവൻ കരുതി. അതിനാൽ അവൻ തന്നെ പോയി കോൾഡ് ഡ്രിങ്ക്സും ചിപ്സും ബിസ്ക്കറ്റും ചൂട് സമൂസയും വാങ്ങി വന്ന് കുട്ടികളുടെ കൈകളിൽ കൊടുത്തു. ഭക്ഷണ സാധനങ്ങൾ കണ്ടത് മാത്രം അവർക്ക് സന്തോഷമായി. എന്നാൽ കാറിനുള്ളിൽ കഴിച്ചാൽ പുതിയ കാർ വൃത്തികേടാകുമോ എന്നൊരു മടി അവർക്കുണ്ടായിരുന്നു. ഇത്രയും നല്ല മനസ്സോടെ ലിഫ്റ്റ് തന്ന ആളിൻ്റെ കാർ നശിപ്പിക്കുന്നത് ശരിയല്ല എന്ന് കരുതി അവർ ഭക്ഷണ സാധനങ്ങൾ എടുത്ത് കാറിൽ നിന്ന് ഇറങ്ങി അവിടെയുള്ള കസേരകളിൽ ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞു രാധ വാഷ്റൂമിലേക്ക് പോയി. ചെറിയ കുട്ടികളായ അഞ്ജലിയും അഞ്ജനയും അമ്മയോടൊപ്പം പോയി. ഇപ്പോൾ കാറിൻ്റെ സമീപത്ത് മൂത്ത 2 കുട്ടികളായ നീതുവും നിമ്മിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് ശ്രദ്ധിച്ച രാഹുൽ അവരുടെ അടുത്തേക്ക് ചെന്നു. "ഇന്ന് നിങ്ങളുടെ വിവാഹമല്ലേ, എന്നിട്ട് നിങ്ങളുടെ മുഖത്ത് സന്തോഷം കാണുന്നില്ലല്ലോ, എന്താണ് കാര്യം?" വളരെ കരുതലോടെ അവൻ ചോദിച്ചു. ആ ചോദ്യം കേട്ടത് മാത്രം കുട്ടികളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. വളരെ ദുഃഖത്തോടെ അവൾ പറഞ്ഞു, "എന്തു പറയണമെന്നറിയില്ല ചേട്ടാ. ഞങ്ങളുടെ അമ്മ ആരുമായാണ് ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് എന്നുപോലും ഞങ്ങൾക്കറിയില്ല. ആ ആൺകുട്ടികൾ ആരാണ്, എങ്ങനെയുള്ളവരാണ്, അവരുടെ കുടുംബം എന്താണ്, പശ്ചാത്തലം എന്താണ്, ഒന്നും ഞങ്ങൾക്കറിയില്ല. ഈ വിവാഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ ഭയമുണ്ട്. അമ്മയോട് പറഞ്ഞാൽ അവർ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നില്ല. നിങ്ങൾ ഞങ്ങളെ ഇത്രയും സഹായിക്കുകയല്ലേ, നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം കിട്ടുമെങ്കിൽ ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് വരെ ഞങ്ങളോടൊപ്പം വരുമോ? അവിടെ എത്തി ഈ വിവാഹം നടത്താൻ പോകുന്ന ആളുകൾ ആരാണെന്ന് അന്വേഷിച്ചു തരാമോ? ഈ പാവങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യൂ ചേട്ടാ," എന്നവൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. അവരുടെ നിസ്സഹായാവസ്ഥ കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് വേദനിച്ചു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "തീർച്ചയായും. നിങ്ങൾക്ക് വേണ്ടി 1 മണിക്കൂർ മാത്രമല്ല, ഒരു ദിവസം മുഴുവൻ പോലും ഞാൻ മാറ്റിവെക്കാം. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടൊപ്പം വരും, എല്ലാം നോക്കിക്കൊള്ളാം." ആ വാക്കുകൾ കേട്ടപ്പോൾ ആ 2 പെൺകുട്ടികളുടെ മുഖത്ത് ചെറിയൊരു പ്രതീക്ഷ തെളിഞ്ഞു. അപ്പോഴേക്കും രാധ കുട്ടികളെയും തിരിച്ചെത്തി. എല്ലാവരും വീണ്ടും കാറിൽ കയറി. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ അടുത്ത സ്ഥലത്തെത്തി. അപ്പോഴാണ് വീണ്ടും രാധയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. "ഞങ്ങൾ ഇവിടെ എത്തി" എന്നവൾ പറഞ്ഞപ്പോൾ മറുവശത്ത് നിന്ന് പറഞ്ഞു, "അവിടെ മുന്നിൽ ഒരു പഴയ രാധാകൃഷ്ണ ക്ഷേത്രമുണ്ട്, അങ്ങോട്ട് വന്നോളൂ." രാഹുൽ എല്ലാവരെയും കൂട്ടി അവർ പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ സുമാദേവി എന്ന ഏകദേശം 40 വയസ്സുള്ള ഒരു സ്ത്രീയും അവളോടൊപ്പം 4-5 പുരുഷന്മാരും അവരെ കാത്തു നിൽക്കുകയായിരുന്നു. രാഹുൽ കാർ നിർത്തി. എല്ലാവരെയും ഇറക്കിയ ശേഷം കാറിൻ്റെ ഡിക്കിയിലുണ്ടായിരുന്ന ലഗേജുകളും പുറത്തെടുത്തു കൊടുത്തു. രാധയെ കണ്ടത് മാത്രം അവർ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, "നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു." പിന്നെ ചോദിച്ചു, "ബസ് കിട്ടിയില്ലേ? ഈ കാറിലാണോ വന്നത്?" രാധ മറുപടി നൽകിയില്ല. "ഇത് ഞങ്ങളുടെ കാറല്ല. ഇയാൾ ദൂരേക്ക് പോകുകയെന്ന വഴിക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളെയും കൂടെ കൂട്ടിയതാണ്" എന്ന് പറഞ്ഞു. അതിനിടെ രാഹുൽ ചുറ്റുപാടുകൾ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയായിരുന്നു. അവിടെ ഒരു വിവാഹത്തിൻ്റെ അന്തരീക്ഷം പോലും ഉണ്ടായിരുന്നില്ല. ബാൻഡില്ല, അലങ്കാരങ്ങളില്ല, ആഘോഷത്തിൻ്റെ ഒരു തയ്യാറെടുപ്പും അവിടെയില്ല. ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് ചെറിയൊരു പൂജാസ്ഥലം പോലെ താൽക്കാലികമായി ഒരുക്കിയ ഒരിടം മാത്രം. അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന പുരോഹിതനെയും കണ്ടപ്പോൾ യഥാർത്ഥ പുരോഹിതനാണെന്ന് പോലും തോന്നുന്നില്ല. ഇതെല്ലാം കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ സംശയങ്ങൾ ശക്തമാകാൻ തുടങ്ങി. അതേസമയം അവർ പതുക്കെ രാധയുടെ അടുത്തേക്ക് വന്നു. "വിവാഹത്തിനുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അവ എനിക്ക് തരൂ. കുട്ടികളെ തയ്യാറാക്കി കൊണ്ടുവരാം" എന്ന് പറഞ്ഞു ആഭരണങ്ങളുള്ള ബാഗ് അവർ കയ്യിലെടുത്തു.
അതിനുശേഷം രാഹുലിൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, ചേട്ടാ, ഇവരെ ഇതുവരെ സുരക്ഷിതമായി എത്തിച്ചതിന് ഒരുപാട് നന്ദി. ഇനി നിങ്ങൾക്ക് ഡൽഹിയിലേക്ക് പോകാം. വൈകുന്നുണ്ടാവില്ലേ? അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ അവൾ ശ്രമിച്ചു. എന്നാൽ രാഹുൽ അവിടെ നിന്ന് അനങ്ങാൻ പോലും തയ്യാറായില്ല. അവർ അകത്തേക്ക് പോയ സമയം അവൻ രാധയുടെ അടുത്തെത്തി പതുക്കെ ചോദിച്ചു, അമ്മേ, ഇതെന്തൊരു വിവാഹമാണ്? വരൻ്റെ വീട്ടുകാരാരാണ്? എന്തിനാണ് ഇങ്ങനെ രഹസ്യമായ വിവാഹം നടത്തുന്നത്? രാധ വളരെ വിശ്വാസത്തോടെ മറുപടി പറഞ്ഞു, അതൊന്നുമല്ല മോനെ, ഇവർക്ക് പണത്തിനോ സ്വത്തിനോ ഒരു കുറവുമില്ല. ഡൽഹിയിലെ വലിയ കോടീശ്വര കുടുംബമാണ്. പക്ഷെ ആഡംബരവും അനാവശ്യ ചെലവുകളും ഇവർക്ക് ഇഷ്ടമല്ലത്രേ. വിവാഹത്തിന് ചെലവാക്കേണ്ട പണം പെൺകുട്ടികൾക്ക് തന്നെ കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ലളിതമായ വിവാഹം നടത്തുന്നത്. ശേഷം അവരെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, ഇപ്പോൾ അവരെ കണ്ടില്ലേ, അവരാണ് എൻ്റെ ഭാവി മരുമക്കളുടെ സ്വന്തം ചേച്ചി. രാഹുൽ അത്ഭുതത്തോടെ ചോദിച്ചു, അത്രയും വലിയ സമ്പന്നരാണെങ്കിൽ കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ലല്ലോ. അവരുടെ വീടോ സ്വത്തോ നിങ്ങൾ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടോ? രാധ അല്പം മടിച്ചു പറഞ്ഞു, ഇല്ല മോനെ, നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. എല്ലാം വളരെ നല്ലതായിരുന്നു. വിവാഹം കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്കല്ലേ പോകുന്നത്, അപ്പോൾ നേരിട്ട് കാണാം. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അവർ വന്നിരുന്നു. ഒരു യുവാവ് രാഹുലിൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ ശബ്ദത്തിൽ വ്യക്തമായ ദേഷ്യം ഉണ്ടായിരുന്നു. എടാ, നീ ഡൽഹിയിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിനക്ക് വൈകുന്നില്ലേ? ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോ. രാഹുൽ ഒട്ടും ഭയപ്പെട്ടില്ല. ഇത്രയും ധൃതി എന്തിനാണ്? എനിക്ക് വൈകുന്നില്ല. ഡൽഹിയിലേക്ക് പോകാൻ എൻ്റെ സ്വന്തം കാറുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ എത്തും. നീ നിൻ്റെ ജോലി നോക്ക് എന്ന് പറഞ്ഞ് അവനെ അവഗണിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ 2 കുട്ടികൾ വിവാഹവസ്ത്രം ധരിച്ച് പുറത്തു വന്നു. പക്ഷെ അവരെ കണ്ടത് മാത്രം രാധയ്ക്ക് വലിയ ഞെട്ടലായി. കാരണം വധുവിൻ്റെ വേഷത്തിൽ വന്നിരുന്ന അവരുടെ ശരീരത്തിൽ വരൻ്റെ വീട്ടുകാർ നൽകുമെന്ന് പറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. രാധ ഉടൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ പെൺമക്കളെ സ്വർണ്ണാഭരണങ്ങളാൽ അലങ്കരിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ അവർ ധരിച്ചിരിക്കുന്നത് ഞങ്ങൾ കൊണ്ടുവന്ന കുറച്ച് ആഭരണങ്ങൾ മാത്രമാണല്ലോ. ഈ ചോദ്യം അവർ അല്പം പതറി. അത് എൻ്റെ സഹോദരന്മാർ നാട്ടിൽ നിന്ന് തിടുക്കത്തിൽ വരുമ്പോൾ ആഭരണങ്ങളുള്ള ബാഗ് മറന്നുപോയി. എന്തായാലും ഈ പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്കല്ലേ വരുന്നത്. അവിടെ ചെന്നാൽ എല്ലാ ആഭരണങ്ങളും ധരിപ്പിക്കാം എന്നവൾ ഒരുക്കാൻ മറുപടി പറഞ്ഞു. അത് കേട്ടതോടെ അവൻ്റെ സംശയം കൂടുതൽ ശക്തമായി. വിവാഹത്തിന് വരുന്നവർ വിവാഹാഭരണങ്ങൾ മറക്കുമോ? ഇവർ ശരിക്കും കൂടി കോടീശ്വരന്മാരാണെങ്കിൽ ഇങ്ങനെ പഴയ ചെറിയ കാറിലാണോ വരുന്നത്? അവൻ്റെ മനസ്സിൽ 100 കണക്കിന് ചോദ്യങ്ങൾ ഉയർന്നു. അപ്പോഴേക്കും വിവാഹം നടക്കേണ്ട സ്ഥലത്തേക്ക് 2 യുവാക്കളെത്തി. അവരുടെ പേരിൽ രാകേഷ് ആൻഡ് രാജേഷ്. പക്ഷേ അവരെ കണ്ട നിമിഷം തന്നെ അവന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി. അവരുടെ മുഖഭാവം, അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, അവരുടെ പെരുമാറ്റം ഒന്നും ഒരു കോടീശ്വരൻ്റെ നിലവാരം സൂചിപ്പിക്കുന്നതല്ലായിരുന്നു. മറിച്ച് ഏതോ തെരുവ് ഗുണ്ടകളെ പോലെ ആയിരുന്നു. അവർ തൊഴിലില്ലാതെ അലഞ്ഞു നടക്കുന്ന ആളുകളെ പോലെയാണ് അവന് തോന്നിയത്. ഇത് കണ്ട രാഹുലിന് ഇനി മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ നേരെ അവരുടെ അടുത്തേക്ക് എന്ന് ചോദിച്ചു, നിങ്ങളുടെ ബിസിനസ് എവിടെയാണ്? ഡൽഹിയിൽ നിങ്ങളുടെ കമ്പനി ഏതാണ്? കമ്പനിയുടെ പേര് എന്താണ്? ഈ അപ്രതീക്ഷ ചോദ്യം കേട്ട് ഇരുവരും ഒന്ന് പകച്ചു. ഉടൻ ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു, ഞങ്ങളുടെ ബിസിനസ് മുഴുവൻ ഡൽഹിയിലും ഉണ്ട്. അതൊക്കെ നിനക്കെന്തിനാണ്? നീ ഇവർക്കൊരു ലിഫ്റ്റ് കൊടുത്ത ആളാണ്. അതിൽ മാത്രം ഒതുങ്ങിക്കോ. എല്ലാ കാര്യത്തിനും മൂക്കുകുത്താൻ നോക്കണ്ട. സ്ഥിതി വഷളാകുമെന്ന് മനസ്സിലാക്കിയ അവർ ഉടനെ രാധയുടെ അടുത്തേക്ക് വന്നു. ഈ മനുഷ്യൻ ആദ്യം ഇവിടെ നിന്ന് പറഞ്ഞയക്ക്. ഇത്തരം ഒരു ശുഭകാര്യത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അപശകുനമാകും എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. അവിടെ മണ്ഡപത്തിലിരുന്ന ആ 2 കുട്ടികളുടെ കണ്ണുനീരുകൾ നിറഞ്ഞിരുന്നു. അവർ രാഹുലിനെ നോക്കിക്കൊണ്ടിരുന്നു. ആ കണ്ണുകളിൽ ഒരു അപേക്ഷ ഉണ്ടായിരുന്നു, ചേട്ടാ, ഞങ്ങളെ വിട്ടു പോകല്ലേ എന്ന്. നിശബ്ദമായ പ്രാർത്ഥന. ആ കണ്ണുനീർ കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് കൂടുതൽ ഉറച്ചു. അവൻ ധൈര്യത്തോടെ എല്ലാവരുടെയും മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡോ മറ്റേതെങ്കിലും ID പ്രൂഫോ കാണിക്കൂ. നിങ്ങൾ ശരിക്കും കോടീശ്വരന്മാരാണോ? കമ്പനികൾ ഉണ്ടോ എന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. സത്യം പറഞ്ഞാൽ നല്ലത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ ഫോൺ പുറത്തെടുത്തു. പോലീസ് എന്ന വാക്ക് കേട്ടതും മാത്രം വരന്മാരുടെയും അവരുടെയും കൂട്ടരുടെയും മുഖഭാവം മാറി. അവരുടെ കണ്ണുകളിൽ ദേഷ്യവും ഭയവും ഒരേ സമയം തെളിഞ്ഞു.
ഒരു നിമിഷം പോലും വൈകാതെ അവർ കൂട്ടമായി രാഹുലിൻ്റെ നേരെ പാഞ്ഞെത്തി. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ബലമായി പിടിച്ചു പറിച്ചു. അവനെ മർദ്ദിക്കാൻ ശ്രമിച്ചു. പക്ഷേ രാഹുൽ പേടിച്ച് പിന്മാറുന്ന ആളായിരുന്നില്ല. മുന്നിൽ എത്ര പേരുണ്ടെന്ന് അവൻ കാര്യമാക്കിയില്ല. ഒറ്റയ്ക്കായിരുന്നിട്ടും ധൈര്യത്തോടെ അവർക്കെതിരെ പൊരുതാൻ തുടങ്ങി. അവിടെ സംഘർഷം ശക്തമാകുകയായിരുന്നു. ഇതുതന്നെയാണ് ശരിയായ സമയം എന്ന് മനസ്സിലാക്കിയ ആ രണ്ട് കുട്ടികൾ ഒരു നിമിഷം പോലും വൈകിയില്ല. അവർ ഉടൻ തന്നെ സ്വന്തം ഫോൺ എടുത്ത് നേരിട്ട് പോലീസിനെ വിളിച്ചു. ഭാഗ്യവശാൽ വെറും 10 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് ജീപ്പ് സൈറൻ മുഴക്കിക്കൊണ്ട് ആ സ്ഥലത്തെത്തി. പോലീസിനെ കണ്ടത് മാത്രം രാഹുലിനെ ആക്രമിച്ചു കൊണ്ടിരുന്ന ആ വ്യാജന്മാരായ വരന്മാർ അവരുടെ സംഘവും ഭയന്ന് ചിതറിപ്പോയി. ഓരോരുത്തരും ഓരോ ദിശയിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ രക്ഷപ്പെടാൻ ശ്രമിച്ച അവരിൽ ഒരാൾ, ഒരു വ്യാജവരനും പോലീസിൻ്റെ പിടിയിലായി. അവരെ ഉടൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ പോലീസ് തങ്ങളുടെ രീതിയിൽ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ആ ചോദ്യം ചെയ്യലിൽ പുറത്തു വന്ന സത്യം മാത്രമല്ല, പോലീസുകാരെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. അതൊരു സാധാരണ തട്ടിപ്പല്ലായിരുന്നു, മറിച്ച് രാജ്യവ്യാപകമായി പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ മനുഷ്യക്കടത്ത് സംഘമായിരുന്നു അത്. ഈ അപകടകരമായ സംഘത്തിൽ 25 മുതൽ 30 വരെ കുറ്റവാളികൾ ഉണ്ടായിരുന്നു. അവർ പ്രവർത്തിച്ചിരുന്ന രീതി വളരെ ആസൂത്രിതവും ഭയാനകവും ആയിരുന്നു. ഏതെങ്കിലും ദരിദ്ര കുടുംബത്തിൽ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന പെൺമക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജാതകദോഷം പോലുള്ള കാരണങ്ങളാൽ വിവാഹം നടക്കാതെ മാതാപിതാക്കൾ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം കുടുംബങ്ങളെ ആയിരുന്നു അവർ ലക്ഷ്യമിട്ടിരുന്നത്. ആദ്യം ആ വീട്ടിലേക്ക് ഒരു വ്യാജസ്വാമിയെ അയക്കും. ആ കപടസ്വാമി പെൺകുട്ടികളുടെ കൈ നോക്കിയ ശേഷം പറയും, നിങ്ങളുടെ മകൾക്ക് രാജയോഗമുണ്ട്, വളരെ വലിയ കോടീശ്വര കുടുംബത്തിൽ നിന്ന് വിവാഹാലോചന വരും. അവർ വരുമ്പോൾ ഒരു കാരണവശാലും നിരസിക്കരുത്. നിങ്ങളുടെ മകളുടെ ഭാവി സ്വർണം പോലെ പ്രകാശിക്കും. ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞ് കുടുംബത്തിൻ്റെ വിശ്വാസമായി നേടും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇവരെ പോലെയുള്ള സ്ത്രീകൾ ആ വീട്ടിലേക്കെത്തും. അവർ പറയും, ഞങ്ങൾ ഡൽഹിയിലെ വലിയ കോടീശ്വര കുടുംബമാണ്, ഞങ്ങൾക്ക് സ്ത്രീധനമോ സ്വത്തോ ഒന്നും വേണ്ട, നിങ്ങളുടെ മകളെ മാത്രം ഞങ്ങൾക്ക് വിവാഹം കഴിച്ചു തരൂ, ഞങ്ങൾ അവളെ മരുമകളായി അല്ല സ്വന്തം മകളായി നോക്കും. ഇങ്ങനെ മധുരവാക്കുകൾ പറഞ്ഞ് വളരെ എളുപ്പത്തിൽ വിവാഹത്തിന് സമ്മതിപ്പിക്കും. ശേഷം വിവാഹ ദിവസം രഹസ്യമായി ലളിതമായ വിവാഹം നടത്തുന്നതായി നടിച്ച് പെൺ വീട്ടുകാരുടെ കൈവശമുള്ള പണവും ആഭരണങ്ങളും എല്ലാം തട്ടിയെടുക്കും. അതിനുശേഷം ആ നിരപരാധികളായ പെൺകുട്ടികളെ ഡൽഹി, മുംബൈ, കൊൽക്കത്ത പോലെയുള്ള വലിയ നഗരങ്ങളിലേക്ക് കൊണ്ടുപോകും. അവിടെ സ്പാ സെൻ്ററുകളിലേക്കും അനധികൃത ലൈംഗിക ചൂഷണ കേന്ദ്രങ്ങളിലേക്കും അവരെ വിറ്റഴിക്കും. ഇതായിരുന്നു ആ സംഘത്തിൻ്റെ യഥാർത്ഥ മുഖം. പാവം രാധ ഈ കുറ്റവാളികളുടെ വാക്കുകൾ വിശ്വസിച്ച് പൂർണ്ണമായും അവരുടെ വലയിൽ വീണുപോയിരുന്നു. അറിയാതെയാണ് സ്വന്തം മക്കളെ നരകത്തിലേക്ക് തള്ളിവിടാൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് രാധയുടെ ഭർത്താവ് മരിച്ചിരുന്നു. ഭർത്താവ് വിട്ടുപോയ ചെറിയ ഭൂമിയിൽ കൃഷി ചെയ്താണ് അവർ 4 പെൺമക്കളെയും വളർത്തിയത്. ഈ തട്ടിപ്പുകാരുടെ വാക്കുകൾ വിശ്വസിച്ച് അവർ ആ ഭൂമി പോലും വിട്ടിരുന്നു. ഇപ്പോൾ ദിവസക്കൂലി ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അന്ന് രാഹുൽ അവരെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് ആ 2 പെൺകുട്ടികളുടെയും ജീവിതം തന്നെ ഇരുണ്ട കുഴിയിലേക്ക് തള്ളപ്പെട്ടേനെ. സത്യം മനസ്സിലാക്കിയപ്പോൾ പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. രാഹുൽ ധൈര്യത്തെയും സമയോചിതമായ ഇടപെടലിനെയും അവർ പ്രശംസിച്ചു. അവൻ്റെ തോളിൽ തട്ടി പ്രത്യേകമായി നന്ദി അറിയിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, രാഹുൽ, ഇന്ന് നിങ്ങളുടെ ഒരു നല്ല തീരുമാനത്തിൻ്റെ ഫലമായി എത്രയോ പെൺകുട്ടികളുടെ ജീവനും മാനവും രക്ഷപ്പെട്ടു. ഇത് വളരെ വലിയൊരു സംഘമാണ്. ഇവരുടെ ബാക്കി അംഗങ്ങളെ ഞങ്ങൾ ഉടനെ അറസ്റ്റ് ചെയ്യും. ഇവർക്ക് ശിക്ഷ ലഭിക്കാൻ കോടതിയിൽ സാക്ഷിയായി നിങ്ങൾ വരണം. രാഹുൽ ഉറച്ച സ്വരത്തിൽ മറുപടി നൽകി, തീർച്ചയായും സാർ, ഈ പാപികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കാൻ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞാൻ വരും. അവൻ്റെ ആത്മവിശ്വാസം പോലീസുകാരിൽ കൂടുതൽ ബഹുമാനമുണ്ടാക്കി. അതിനിടയിൽ ചോദ്യം ചെയ്യലുകളും നടപടികളും എല്ലാം പൂർത്തിയാകുമ്പോഴേക്കും രാത്രി അധികം ഇരുട്ടിയിരുന്നു. അത്ര വൈകിയപ്പോൾ രാധയും മക്കളെയും അവിടെ വിട്ടുപോകാൻ അവന് മനസ്സ് തോന്നിയില്ല. അവൻ എല്ലാവരെയും തൻ്റെ കാറിൽ കയറ്റി സുരക്ഷിതമായി പോകാൻ തീരുമാനിച്ചു. രാഹുൽ രാധയും 4 പെൺമക്കളെയും തൻ്റെ കാറിൽ കയറ്റി വീണ്ടും യാത്ര തിരിച്ചു. അന്ന് സംഭവിച്ച കാര്യങ്ങളുടെ ആഘാതത്തിൽ എല്ലാവരും മൗനത്തിലായിരുന്നു. രാധയുടെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞിരുന്നു. തൻ്റെ മക്കളുടെ നല്ല ഭാവിക്കായി എടുത്ത തീരുമാനമാണ് അവരെ ഇത്ര വലിയ അപകടത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് ഓർത്തപ്പോൾ അവളുടെ ഹൃദയം തകർന്നുപോയി. യാത്ര മുഴുവൻ അവർ കണ്ണുനീർ തുടച്ചു
കരച്ചുകൊണ്ടിരുന്നു. എന്നാൽ രാഹുൽ അവരെ ആശ്വസിപ്പിച്ചു. അമ്മേ, നിങ്ങളൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. ഓരോ അമ്മയും തൻ്റെ മക്കളുടെ നല്ല ഭാവി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചത് തെറ്റായ ആളുകളെയാണ്, അത്രയേ ഉള്ളൂ. ഇനി നടന്നതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. എല്ലാം നല്ലതിനായിട്ടാണ് അവസാനിച്ചത്. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ രാധയ്ക്ക് കുറച്ച് ആശ്വാസം ലഭിച്ചു. അങ്ങനെ രാത്രി വൈകി അവർ ആ സ്ഥലത്തെത്തി. വീട്ടിലെത്തിയ ഉടൻ 2 പെൺമക്കളും രാഹുലിൻ്റെ മുന്നിലെത്തി. അവരുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ നിറഞ്ഞിരുന്നു. അവർ 2 പേരും രാഹുലിൻ്റെ കാലിൽ സ്പർശിച്ചു. ചേട്ടാ, ഇന്ന് നിങ്ങൾ അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ജീവിതം ജീവനോടെയോ അല്ലെങ്കിൽ നരകയാതനയോ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ച് നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കരഞ്ഞു. രാഹുൽ ഉടനെ തന്നെ അവരെ എഴുന്നേൽപ്പിച്ചു. ഇങ്ങനെയൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തതൊക്കെ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കടമ മാത്രമാണ് എന്ന് പറഞ്ഞു. അത്രയും രാത്രിയിൽ അവനെ തിരിച്ചയക്കാൻ രാധയ്ക്ക് മനസ്സ് വന്നില്ല. മോനെ, ഇന്നത്തേക്ക് രാത്രി ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കൂ എന്നവർ നിർബന്ധിച്ചു. രാഹുലും അത് അംഗീകരിച്ചു. ആ രാത്രി ആ ദരിദ്ര കുടുംബം സ്നേഹത്തോടെ തയ്യാറാക്കിയ ലളിതമായ ഭക്ഷണം അവൻ കഴിച്ചു. വളരെ സന്തോഷത്തോടെ കഴിച്ചു. അവരുടെ സ്നേഹവും നന്ദിയും അവനെ ഏറെ സ്പർശിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ യാത്ര തിരിക്കാൻ ഒരുങ്ങുമ്പോൾ രാഹുൽ എല്ലാവരോടും പറഞ്ഞു, ഞാൻ വീണ്ടും ഡൽഹിയിലേക്ക് പോവുകയാണ്. കാറിൻ്റെ സർവീസിങ്ങിന് കാര്യവും ബാക്കിയുണ്ട്. ഇന്നലെ നിങ്ങൾ അനുഭവിച്ച വിഷമം മറക്കാൻ ഒരു ചെറിയ മാറ്റം ആവശ്യമാണ്. നിങ്ങൾ ആർക്കെങ്കിലും എൻ്റെ കൂടെ ഡൽഹിയിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. നമുക്ക് ആഗ്രയും താജ്മഹലും ഒക്കെ കണ്ടു വരാം. ഇത് കേട്ടപ്പോൾ മാത്രമേ ചെറിയ കുട്ടികളായ അഞ്ജലിയും അഞ്ജനയും സന്തോഷത്തോടെ ചാടി ഞങ്ങൾ വരും, അവർ ആവേശത്തോടെ പറഞ്ഞു. രാധയും സന്തോഷത്തോടെ സമ്മതം നൽകി. അവസാനം നീതുവും നിമ്മിയും 2 ചെറിയ കുട്ടികളും രാഹുലിനൊപ്പം ആ യാത്ര പുറപ്പെട്ടു. ഡൽഹിയിലെത്തി. കാറിൻ്റെ സർവീസിംഗ് ജോലികൾ പൂർത്തിയാക്കിയ ശേഷം രാഹുൽ എല്ലാവരെയും ആഗ്രയിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർ ലോകപ്രശസ്തമായ താജ്മഹൽ നേരിട്ട് കണ്ടു. താജ്മഹലിൻ്റെ അതിമനോഹരമായ സൗന്ദര്യം കണ്ടപ്പോൾ നീതുവിൻ്റെ കണ്ണുകൾ സന്തോഷാശ്രുക്കൾ നിറഞ്ഞു. അവൾ രാഹുലിൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു, നിങ്ങളെപ്പോലൊരു നല്ല മനുഷ്യൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു പരിചയമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതെല്ലാം ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത് കേട്ടപ്പോൾ അവന് അവളുടെ കണ്ണുനീർ തുടച്ച് ശാന്തമായി പറഞ്ഞു, നീ വളരെ നല്ല മനസ്സുള്ള പെൺകുട്ടിയാണ്. നിൻ്റെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടാകണം. നീ സന്തോഷത്തോടെ ജീവിക്കണം. അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം. ആ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു പുതിയ വികാരം ജനിച്ചു. താജ്മഹലിൻ്റെ ശാന്തമായ അന്തരീക്ഷത്തിൽ അവർ ഒരുപാട് നേരം സംസാരിച്ചു. പരസ്പരം അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവച്ചു. ആ യാത്ര അവരുടെ ഇടയിൽ ഒരു മനോഹരമായ സൗഹൃദത്തിന് തുടക്കമായി. പരസ്പര ബഹുമാനത്തിലും വിശ്വാസത്തിലും വളർന്ന ആ സൗഹൃദം അറിയാതെ തന്നെ പ്രണയത്തിൻ്റെ വിത്തുകൾ മനസ്സിൽ പാകുകയായിരുന്നു. യാത്ര കഴിഞ്ഞ് അവർ മടങ്ങി അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു. അവരുടെ ബന്ധം അവസാനിച്ചില്ല. ഫോണിലൂടെ അവർ സ്ഥിരമായി സംസാരിക്കാൻ തുടങ്ങി. മനസ്സിലുള്ള കാര്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാൻ തുടങ്ങി. അതേസമയം മനുഷ്യക്കടത്ത് കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും പോകേണ്ടി വന്ന എല്ലാ അവസരങ്ങളിലും അവൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ പ്രയാസകരമായ ദിവസങ്ങളിൽ അവൻ നൽകിയ പിന്തുണയും കരുതലും അവരുടെ ജീവിതത്തിലെയും സൗഹൃദത്തെയും പതുക്കെ പ്രണയമായി മാറ്റുകയായിരുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവരുടെ ബന്ധം കൂടുതൽ ആഴത്തിലായി. രാഹുലിൻ്റെയും പോലീസിൻ്റെയും ശക്തമായ തെളിവുകൾ കാരണം ആ മനുഷ്യക്കടത്ത് സംഘത്തിൻ്റെ പ്രധാന കുറ്റവാളികൾക്ക് കോടതി കഠിനമായ ശിക്ഷ വിധിച്ചു. ജീവപര്യന്തം തടവും ലഭിച്ചു. വർഷങ്ങളോളം നിരപരാധികളായ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച ആ മനുഷ്യരൂപികളായ രാക്ഷസന്മാർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയട്ടെ അവസ്ഥയായി. അവരുടെ ശിക്ഷാവിധി കേട്ടപ്പോൾ രാധയും മക്കളും ആശ്വാസത്തിന് കണ്ണുനീർ പൊഴിച്ചു. നീതിക്കൊടുവിൽ വിജയം ലഭിച്ചിരിക്കുന്നു. അന്നു മുതൽ രാഹുൽ അവരെ ഒരു സാധാരണ മനുഷ്യനെ കണ്ടില്ല. തങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം അയച്ച രക്ഷകനായിട്ടാണ് അവർ അവനെ കണ്ടത്. ഇങ്ങനെ ഏതാനും മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാഹുൽ ഒരു പ്രധാന തീരുമാനമെടുത്തു. അവൻ തൻ്റെ അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ട് നേരെ രാധയുടെ വീട്ടിലെത്തി. അവരെ കണ്ടപ്പോൾ രാധ സന്തോഷത്തോടെ സ്വീകരിച്ചു. കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം രാഹുലിൻ്റെ അച്ഛൻ രാധയോട് പറഞ്ഞു, ഞങ്ങൾ ഇന്നിവിടെ ഒരു പ്രത്യേക കാര്യത്തിനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നീതുവിനെ ഞങ്ങളുടെ മരുമകളായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വാക്കുകൾ കേട്ട നിമിഷം രാധയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് സ്വന്തം ചെവികളെ പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ തങ്ങളെ രക്ഷിച്ച യുവാവാണ് ഇപ്പോൾ തൻ്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അവളുടെ സന്തോഷത്തിന് അതിരുകളില്ലാതെയായി. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ ആഘോഷവും സന്തോഷവും നിറഞ്ഞ ഒരു വലിയ വിവാഹമായിരുന്നു അത്.
ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും പങ്കെടുത്ത ആ ചടങ്ങ് വളരെ ഗംഭീരമായി നടന്നു. രാഹുലും നീതുവും വിവാഹിതരായി. അവരുടെ ജീവിതത്തിലെ പുതിയ അധ്യായം അങ്ങനെ ആരംഭിച്ചു. ഒരിക്കൽ വഴിയിൽ കണ്ടുമുട്ടിയ ഒരു അപരിചിതർ സ്വാർത്ഥതയില്ലാതെ ചെയ്ത ഒരു ചെറിയ സഹായം ഒരു കുടുംബത്തിൻ്റെ ജീവിതം രക്ഷിച്ചതിനൊപ്പം അവൻ്റെ സ്വന്തം ജീവിതത്തിലും സന്തോഷം നിറഞ്ഞു. രാഹുലിൻ്റെ നിസ്വാർത്ഥ മനസ്സിനും മനുഷ്യസ്നേഹത്തിനും ദൈവം നൽകിയ സമ്മാനമായിരുന്നു നീതു. ഇന്ന് അവർ പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ്. അതുമാത്രമല്ല, രാധയുടെ ബാക്കിയുള്ള 3 പെൺമക്കളുടെ ഉത്തരവാദിത്വവും രാഹുൽ തൻ്റെ തോളിലേറ്റി അവരുടെ വിദ്യാഭ്യാസത്തിനും ഭാവിക്കും വിവാഹത്തിനും വേണ്ട എല്ലാ സഹായവും ചെയ്യാമെന്ന് അവൻ വാക്ക് നൽകി. അതിനാൽ അവർക്ക് ഇനിയൊരു ഭയവും ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കളെ, പ്രതിഫലം പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടില്ല എന്നതിന് ഈ സംഭവം ഒരു ഉദാഹരണമാണ്. രാഹുലിന് അന്ന് തൻ്റെ യാത്ര തുടരാമായിരുന്നു. ആ കുടുംബത്തെ കണ്ടില്ലെന്ന് നടിക്കാമായിരുന്നു. അവരുടെ പ്രശ്നം തൻ്റെ കാര്യമല്ലെന്ന് കരുതി മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ അവൻ അങ്ങനെ ചെയ്തില്ല. ഒരു മനുഷ്യൻ്റെ ദുരിതം കണ്ടപ്പോൾ സഹായിക്കാൻ മനസ്സ് കാണിച്ചു. ആ ഒരു തീരുമാനം നിരവധി കുട്ടികളുടെ ജീവിതം രക്ഷിക്കുകയും ഒരു വലിയ കുറ്റകൃത്യ ശൃംഖല തകർക്കുകയും ചെയ്തു. അതിനൊപ്പം അവൻ്റെ ജീവിതത്തിലും സ്നേഹവും സന്തോഷവും കൊണ്ടുവന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും മനുഷ്യ സ്നേഹം നഷ്ടപ്പെടുത്തരുത്. ആരെയെങ്കിലും സഹായിക്കാൻ അവസരം ലഭിച്ചാൽ കഴിയുന്നത്ര സഹായിക്കുക. കാരണം ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ സഹായം മറ്റൊരാളുടെ മുഴുവൻ ജീവിതവും മാറ്റിമറിച്ചേക്കാം.